തന്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വാർത്തകൾക്കെതിരെ പരാതിയുമായി ഇ.പി. ജയരാജൻ. തന്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വാർത്തകൾ വ്യാജമെന്ന് ഇ.പി. ജയരാജൻ പരാതിയിൽ പറയുന്നു. എസ് ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനുള്ളത്. ഷീജ, രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഒറ്റ വരി പോലും താൻ എഴുതി കൊടുത്തിട്ടില്ല. DC പ്രസാധകർ അതിൽ ആസൂത്രിതമായ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. തെരഞ്ഞെടുപ്പ് ദിവസം ഇന്ന് അത് പ്രസാധകൻ ചെയ്യുന്നു എന്നതിൽ സംശയമുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിരുന്നു. ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്ന ആത്മകഥ എങ്ങനെ പ്രസിദ്ധീകരിക്കാൻ പോകുന്നു എന്ന ചോദ്യവും അദ്ദേഹം ഉന്നയിച്ചിരുന്നു. ഈ പരാതിയിൽ എന്തൊക്കെയാണ് പറയുന്നത്? തീർച്ചയായും ഏതായാലും ഇ.പി. ജയരാജനുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും ഇ.പി. ജയരാജന്റെ ആത്മകഥ എന്ന രീതിയിൽ ചില മാധ്യമങ്ങൾ നൽകിയ വാർത്ത, അതിനെതിരെ രാവിലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം നടത്തിയിരുന്നു. അദ്ദേഹം അതിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു താൻ ഇതിൽ നിയമ നടപടി സ്വീകരിക്കും എന്നുള്ള കാര്യം. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. അതിൽ തന്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വാർത്തകൾ വ്യാജമാണ് എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. അതിനൊപ്പം തന്നെ അദ്ദേഹം എടുത്തു പറയുന്നത്, ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം തന്നെ ഈ വാർത്ത വന്നു എന്നുള്ളതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. അതോടൊപ്പം തന്നെ തന്റെ ആത്മകഥയിലെ ഒരു ഭാഗം എന്ന രീതിയിൽ ചില മാധ്യമങ്ങൾ ചില ഡോക്യുമെന്റുകൾ കാണിച്ചിട്ടുണ്ട്. ഇത് തീർത്തും വ്യാജമാണ്. അതുകൊണ്ട് ഈ വാർത്തയ്ക്ക് പിന്നിലെ വ്യാജരേഖ, അതോടൊപ്പം തന്നെ ഗൂഢാലോചന എന്നിവ സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം എന്ന് തന്നെയാണ് ഈ പരാതിയിൽ ഇ.പി. ജയരാജൻ DGPയോട് ആവശ്യപ്പെടുന്നത്. അതിനൊപ്പം അദ്ദേഹം പറയുന്നു, താൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ആത്മകഥ എങ്ങനെയാണ് ഇന്ന് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി DC ബുക്സ് തയ്യാറാക്കി എന്ന രീതിയിൽ പറയുന്നത്. അതുകൊണ്ട് വാർത്ത പൂർണ്ണമായും തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിലാണ് വാർത്ത വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം വേണം എന്ന് തന്നെയാണ് ഇ.പി. ജയരാജൻ ഈ പരാതിയിൽ DGPക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെടുന്നത്. അന്ന.